2 മാസം കൂടി കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പ്രായം 40 ആവും. 37-കാരനായ ലയണൽ മെസ്സിയും കരിയറിന്റെ അവസാന കാലത്തിലൂടെയാണ് പന്ത് തട്ടുന്നത്. 2 പതിറ്റാണ്ടോളം ലോക ഫുട്ബോളിനെ അടക്കി ഭരിച്ച മെസ്സിയും റൊണാൾഡോയും അധികകാലം ഇനി കളിത്തട്ടുകളിൽ ഉണ്ടാവില്ല. ആരാവും ഇവരുടെ അഭാവം നികത്തുകയെന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. കിലിയൻ എംബാപ്പെ, എർലിംഗ് ഹാലൻഡ് എന്നിവരുടെ പേരുകൾ ഉയർന്നു കേട്ടെങ്കിലും ഇവർക്കൊന്നും മെസ്സിയുടെയും റൊണാൾഡോയുടെയും സ്ഥിരതയോടെ കളിക്കാനാവുന്നില്ല. ജർമ്മൻ ക്ലബ് ബയേൺ മ്യൂണിക്ക് എംബാപ്പയെയും ഹാലൻഡിനെയും ഇതിഹാസ താരങ്ങളുടെ പകരക്കാരായി കാണുന്നില്ല. ബയേൺ മാനേജ്മെന്റിന്റെ വിലയിരുത്തലിൽ ജമാൽ മുസിയാലയാണ് മെസ്സിയുടെയും റൊണാൾഡോയുടെയും പിൻഗാമി. ഇതേക്കുറിച്ച് ബയേൺ മ്യൂണിക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മാക്സ് ഏബിളിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബാഴ്സലോണയിൽ കളിച്ചിരുന്നപ്പോൾ മെസ്സിയും റയൽ മാഡ്രിഡിൽ കളിച്ചിരുന്നപ്പോൾ റൊണാൾഡോയും ഒറ്റയ്ക്ക് മത്സരത്തിന്റെ ഗതി നിശ്ചയിച്ചിരുന്നു. ജമാൽ മുസിയാലയ്ക്കും അത്തരത്തിൽ കളിക്കാൻ കഴിയും. ഇക്കാര്യത്തിൽ ബയേണിന് നല്ല ഉറപ്പുണ്ട്. ഗോളടിക്കാനും ഗോളടിപ്പിക്കാനും മുസിയാലയ്ക്ക് മികവുണ്ട്. ലോകോത്തര താരങ്ങൾക്കൊപ്പമാണ് ബയേണിൽ മുസിയാല കളിക്കുന്നത്. ഇത് താരത്തിന്റെ വ്യക്തിഗത മികവ് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുമെന്നും മാക്സ് ഏബിൾ പറഞ്ഞു. ക്ലബ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ വാക്കുകളോട് ബയേൺ കോച്ച് വിൻസെന്റ് കോമ്പനിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഏബിൾ പറഞ്ഞതിനോട് യോജിക്കുന്നു, പക്ഷേ അവർക്കൊപ്പം എത്താൻ മുസിയാല ഇനിയും ഏറെ മുന്നോട്ട് പോകണം. മെസ്സിയും റൊണാൾഡോയും നിരവധി ബാലൻഡിയോർ പുരസ്കാരം നേടിയിട്ടുണ്ട്. ജമാൽ ഇതുവരെ ആ പുരസ്കാരം നേടിയിട്ടില്ല. മെസ്സിയുടെയും റൊണാൾഡോയുടെയും ലെവലിലേക്ക് ജമാലിനെ ഉയർത്താൻ ക്ലബ് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നും കോമ്പനി പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും.